അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2023-24 വർഷത്തിൽ നടന്ന 4ാം ക്ലാസ്സിലെ അഖീദയുടെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ശരിക്ക് ശരി എന്ന് നൽകാം. ഇവിടെ ഓരോ ചോദ്യത്തിനും 2 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ശരി ഏതാണോ അതിലേക്ക് ശരിയെന്ന് അടയാളപ്പെടുത്തണം. ചോദ്യം 1. പരലോകത്ത് സജ്ജനങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനമാണ് സ്വർഗം. ചോദ്യം 2. ദുർജനങ്ങൾക്കായി അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചതാണ് നരകം. ചോദ്യം 3. നരകത്തിന് മുകളിലായി ഒരു പാലമുണ്ട്, അതിന് പറയുന്നു സിറാത്ത്. ചോദ്യം 4. പാലത്തിൽ നിന്നും വഴുതി നരകത്തിൽ വീഴും ദുർജനങ്ങൾ. ചോദ്യം 5. അന്ത്യനാൾ അടുക്കും തോറും മനുഷ്യർ കൂടുതൽ ദുഷിച്ചുകൊണ്ടിരിക്കും. ചോദ്യം 6. ഇസ്ലാമിൻ്റെ 2ാമത്തെ അടിസ്ഥാന പ്രമാണമാണ് സുന്നത്ത്. ചോദ്യത്തിൻ്റെ 2ാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്, പൂരിപ്പിക്കാനുള്ള ഭാഗമാണ്. ചോദ്യം 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും സ്വഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റിയവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ചോദ്യം 2. നമ്മെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. ചോദ്യം 3. അവിശ്വാസികളുടെ ശിക്ഷ ശാശ്വതമായിരിക്കും. ചോദ്യം 4. വലക്കും ഫീഹ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹ മാ തദ്ദഊൻ. ചോദ്യം 5. അഷ്ശഫാഅത്തുൽ ഉൾമ നമ്മുടെ നബിക്ക് മാത്രമുള്ളതാണ്. ചോദ്യം 6. ഖുർആനിൻ്റെ സംരക്ഷണം അല്ലാഹു തആല ഏറ്റെടുത്തതാണ്. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം 3 വീതം എഴുതാം എന്നതാണ്. ചോദ്യം 1. ഹൗലുൽ കൗസറിനെ കുറിച്ച് 3 വീതം വാചകം എഴുതണം. നോക്കാം. അത് വളരെ വലുതാണ്. അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്, തേനിനേക്കാൾ മധുരമുള്ളതാണ്, കസ്തൂരിയേക്കാൾ വാസനയുള്ളതാണ്. അതിലെ പാത്രങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണത്തേക്കാൾ അധികരിച്ചതാണ്. അതിൽ നിന്നും കുടിച്ചവർക്ക് ഒരിക്കലും ദാഹം ഉണ്ടാവുകയില്ല. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽ സജ്ജനങ്ങൾക്ക് അതിൽ നിന്നും കുടിപ്പിക്കുന്നതാണ്. 2. സിറാത്തിനെ കുറിച്ച് 3 വാചകം എഴുതാം. ഉത്തരം: നരകത്തിന് മുകളിലായി ഒരു പാലമുണ്ട്, അതിന് സിറാത്ത് എന്ന് പറയുന്നു. അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, മുടിയേക്കാൾ നേരിയതുമാണ്, കറുത്ത രാവിനേക്കാൾ ഇരുണ്ടതാണ്. മുഴുവൻ ജനങ്ങളും അതിലൂടെ നടക്കും. സജ്ജനങ്ങൾ അവരുടെ സൽക്കർമ്മത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് വേഗത്തിൽ അത് വിട്ടുകടക്കുന്നു. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ദുർജനങ്ങൾ പാലത്തിൽ നിന്നും വഴുതി നരകത്തിൽ വീഴും. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. നന്മ തിരഞ്ഞെടുക്കുന്നതിൽ ഉണ്ട് എന്തെല്ലാം? നന്മ തിരഞ്ഞെടുക്കുന്നതിൽ ഉണ്ട് എന്തെല്ലാം? ഉത്തരം: അള്ളാഹുവിൻ്റെ മുൻ നിശ്ചയവും ഉദ്ദേശ്യവും പൊരുത്തവും തൃപ്തിയും. ചോദ്യം 2. ഇഹ്സാൻ എന്നാൽ എന്താണ്? ഉത്തരം: അള്ളാഹുവിനെ നേരിൽ കാണുന്ന പോലെ അവനെ നീ ആരാധിക്കുക. അവനെ നീ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ നിന്നെ കാണുന്നുണ്ട്. അള്ളാഹുവിനെ നേരിൽ കാണുന്ന പോലെ അവനെ നീ ആരാധിക്കുക. അവനെ നീ കാണുന്നില്ലെങ്കിലും നിശ്ചയം അവൻ നിന്നെ കാണുന്നുണ്ട്.
ചോദ്യം 3, തൗഹീദിൻ്റെ കലിമ ഏതാണ്? ഉത്തരം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചോദ്യം 4, വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നത് ഏതിന്? ഉത്തരം നിർബന്ധമായും അവനുണ്ടാകേണ്ടുന്ന ഗുണങ്ങൾക്ക്. ഉത്തരം ചോദ്യം 5, ഹഫലത്ത് എന്ന മലക്കുകളുടെ ജോലി എന്താണ്? ഉത്തരം ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്നവർ. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ്. മുർസലുകൾക്ക് ജായിസായ സിഫത്ത്. മുർസലുകൾക്ക് ജായിസായ സിഫത്ത്. ഉത്തരം അവരുടെ ഉന്നത പദവിക്ക് കോട്ടം വരാത്ത മനുഷ്യ സഹജമായ കാര്യങ്ങൾ. അവരുടെ ഉന്നത പദവിക്ക് കോട്ടം വരാത്ത മനുഷ്യ സഹജമായ കാര്യങ്ങൾ. ചോദ്യം 2, ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉത്തരം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴിതെറ്റി പോയവരെയും ക്ഷണിക്കലാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴിതെറ്റിപ്പോയവരെയും ക്ഷണിക്കലാണ്. ചോദ്യം 3, ബിദ്അത്തുൻ ളലാല എന്നാൽ എന്താണ്? ഉത്തരം ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായ ദീനിൽപ്പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കലാണ്. ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായ ദീനിൽപ്പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കലാണ്. ചോദ്യം 4, ബർസഖ്. ബർസഖ് എന്നാൽ എന്താണ്? ഉത്തരം മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ്. മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഖ്. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം 2 വീതം എഴുതാം. ഖിയാമത്ത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളങ്ങൾ. ഉത്തരം ഇമാം മഹ്ദി വരൽ, ദജ്ജാൽ പുറപ്പെടൽ, ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തു നിന്നും ഇറങ്ങി വരൽ, ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കൊല്ലൽ, യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടൽ, ദാബത്തുൽ അർള് എന്ന അത്ഭുത മൃഗം പുറപ്പെടൽ, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കൽ, അതിഭയാനകമായ ഒരു തീ പുറപ്പെടൽ, പരിശുദ്ധ കഅബ പൊളിക്കപ്പെടൽ, ഖുർആൻ ഉയർത്തപ്പെടൽ എന്നിവയാണ്. ഇതിൽ നിന്ന് 2 എഴുതിയാൽ മതി. ചോദ്യം 2, സ്വർഗവാസികൾക്ക് ഉണ്ടാവാത്ത കാര്യങ്ങൾ. ഉത്തരം രോഗം, വാർദ്ധക്യം, മരണം. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറാവുക. അള്ളാഹു പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.